നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ കൊല്ലത്ത് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് RSP എന്നത്. RSP ഇപ്പോൾ UDFിലാണ്. പ്രേമചന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും നേതൃത്വത്തിലുള്ള RSP UDFിൽ ഘടകകക്ഷിയാണ് ഏതാണ്ട് ഒരു 15 കൊല്ലമായി. ആദ്യം ഷിബു ബേബി ജോൺ ആയിരുന്നു UDFിലെ ഘടകകക്ഷി. പിന്നീട് 2014 പ്രേമചന്ദ്രന് കൊല്ലം ലോക്സഭാ സീറ്റ് ഉമ്മൻചാണ്ടി കൊടുത്തതോടെ പ്രേമചന്ദ്രൻ UDFിലെത്തി. അങ്ങനെ ഇപ്പോൾ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണുമാണ് UDFിലെ RSP. എന്നാൽ 2021 UDFിൻ്റെ പരാജയത്തിന് ശേഷം RSPക്ക് ഒരു ചാഞ്ചാട്ടം തുടങ്ങിയിരുന്നു. ഷിബുവും പ്രേമചന്ദ്രനും രണ്ടുപേരും ഇടതുമുന്നണിയിലേക്ക് പോകാൻ അതിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം RSPക്ക് പറ്റിയ തട്ടകം ഇടതുമുന്നണി തന്നെയാണ്, LDF തന്നെയാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അത്രേ. ഷിബു ബേബി ജോണ് അടുത്ത തവണ നിന്ന് ജയിക്കണമെങ്കിൽ ഇടതുമുന്നണിക്ക് പോയാലേ മതിയാകൂ എന്നുള്ള വിശ്വാസമാണ് പ്രബലമായിരിക്കുന്നത്. പ്രേമചന്ദ്രനും ഇടതുമുന്നണിയിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് ഷിബു ബേബി ജോൺ ഇടതുമുന്നണിയിലെത്തി മന്ത്രിയാവുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രേമചന്ദ്രൻ UDFിൽ തന്നെ നിന്നേക്കാം. പക്ഷെ അദ്ദേഹത്തിനും മനസ്സിൽ ഒരു ചഞ്ചലിപ്പുണ്ട്, ഇടതുമുന്നണിയിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട്. ഇടതുമുന്നണിയിലേക്ക് പോയി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എന്താ എന്നുള്ള ആഗ്രഹം പോലും പ്രേമചന്ദ്രന് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും RSPക്ക് ഒരു ചാഞ്ചാട്ടമുണ്ട്. ഷിബു ബേബി ജോണ് പ്രത്യേകിച്ചും ഇടതുമുന്നണി തങ്ങളെ മാടി വിളിക്കുന്നതായി അവർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ പഴയ പരനാറി പ്രയോഗമൊക്കെ പ്രേമചന്ദ്രൻ മറന്നു, പിണറായിയും മറന്നു, നാട്ടുകാരും മറന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഏതായാലും RSPക്ക് ഇടതുമുന്നണി, പ്രത്യേകിച്ച് ഷിബു ബേബി ജോൺ ഇടതുമുന്നണിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇടതുമുന്നണിയിലെത്തിയാൽ ഷിബുവിന് ജയിക്കാനുള്ളൊരു സീറ്റ് കൊല്ലത്ത് CPM നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കം ഏതുമില്ല. അതൊരു പക്ഷേ മുകേഷ് ഇപ്പോൾ നിന്ന് ജയിച്ച കൊല്ലം സീറ്റായിരിക്കും. കാരണം UDFിൽ ഷിബു ബേബി ജോൺ കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൊല്ലം സീറ്റ് കോൺഗ്രസിൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് അവർ ആ സീറ്റ് ഷിബുവിന് കൊടുക്കില്ല. ഷിബു ചവറിൽ നിന്ന് മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ചവർ നിന്നാൽ ഷിബു ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഷിബുവിന് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാൽ കൊല്ലത്ത് നിന്നാൽ അദ്ദേഹം ജയിക്കും. കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച, കാരണം മുകേഷിനെ മാറ്റിയാണ്, മുകേഷിന് ഇനി മത്സരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുകേഷിനെ മാറ്റിയിട്ട് അവിടെ നല്ലൊരു ഇടത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ, ചിന്താ ജെറോമിൻ്റെ ഒക്കെ പേരൊക്കെ CPM പലതവണ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചിന്താ ജെറോമിനൊന്നും ജനങ്ങളെ ആകർഷിക്കാനുള്ള ആ ഒരു സംഭവം കയ്യിലില്ല. അതിന് പറ്റിയ ഷിബു ബേബി ജോണാണ്, ബേബി ജോണിൻ്റെ മകൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുണ്ട്. കാരണം ബേബി ജോണിൻ്റെ കുടുംബത്തിനുമൊക്കെ ഒരു ഇടത് പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഷിബു ബേബി ജോണിനെ കൊല്ലത്ത് നിർത്തിയാൽ ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം പിണറായി വിജയൻ നന്നായി ഉണ്ട്. പിണറായിയുമായി വ്യക്തിപരമായി നല്ല ബന്ധമാണ് ഷിബു ബേബി ജോൺ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഷിബുവിന് കൊല്ലം സീറ്റ് UDF നൽകിയില്ല എങ്കിൽ ഒരുപക്ഷെ RSPയുടെ ഇടത് സ്ഥാനാർത്ഥിയായി ഷിബു കൊല്ലത്ത് നിന്ന് മത്സരിച്ചേക്കാം എന്നുള്ള സൂചന ഇപ്പോൾ ശക്തമാണ്. CPM എല്ലാ സാധ്യതയും പരിശോധിക്കും, എല്ലാ സാധ്യതയും ആരായും. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്, ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. മോദിയെ പോലെ തന്നെയാണ് പിണറായി, ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. ജയത്തിൽ കുറഞ്ഞ ഒന്നും സംഭവിക്കരുത്, അല്ലെങ്കിൽ ജയത്തിൽ കുറഞ്ഞ ഒന്നും ഒരു പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് കൊല്ലം സീറ്റ് CPMന് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ അത് ഷിബു ബേബി ജോൺ കൊടുത്ത് അദ്ദേഹത്തെ അവിടെ ജയിപ്പിക്കാൻ പിണറായിക്ക് അതിന് മടിയുണ്ടാകില്ല. ഇപ്പോൾ ഒരു കാര്യം പിണറായി വിചാരിച്ചാൽ അത് നടന്നു എന്ന് തന്നെ അർത്ഥം. പിണറായി ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ വിചാരിച്ചാൽ CPMൽ വിചാരിച്ചാലൊക്കെ നടന്നു എന്നർത്ഥം. അതുകൊണ്ട് ഷിബു ബേബി ജോൻ്റെ ആ ചാഞ്ചാട്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഷിബു ജോൻ ഒരു പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കാം. UDF കൊല്ലം സീറ്റ് ഷിബുവിന് നൽകിയില്ല എങ്കിൽ ഷിബു ബേബി ജോൺ LDFിൽ എത്തും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്.